ഹലോ എവ്രി വൺ, അസ്സാമു അലൈക്കും, നമസ്കാരം. എല്ലാവർക്കും ടേസ്റ്റ് ഓഫ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്നിവിടെ കാണിക്കുന്നത് മിക്കവർക്കും ഫേവറേറ്റ് ആയിട്ടുള്ള ഗുലാബ് ജാമുൻ റെസിപ്പിയാണ്. ഫസ്റ്റ് ഇതിലേക്കുള്ള ഷുഗർ സിറപ്പ് റെഡിയാക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാരയുടെ പകുതി വെള്ളം, 1 കപ്പ് വെള്ളമാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് അരമുറി ചെറുനാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കാം. ഷുഗർ സിറപ്പ് ഉണ്ടാക്കുന്ന സമയത്ത് ലെമൺ ജ്യൂസ് ചേർത്ത് കഴിഞ്ഞാൽ സിറപ്പ് നല്ല സോഫ്റ്റ് ആവുകയും ചെയ്യും. പിന്നെ ഈ സിറപ്പ് ക്രിസ്റ്റലൈസ് ആയി പോവുകയും ചെയ്യില്ല. ഇവിടെ ഫുൾ പഞ്ചസാര ഇപ്പോൾ അലിഞ്ഞ് വന്നിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂണ് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. പഞ്ചസാര പാനി കറക്റ്റ് പാകമായോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അതിങ്ങനെ കയ്യിൽ തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഓയിൽ പോലെ ഫീൽ ചെയ്യും. അപ്പോൾ അത് കറക്റ്റ് പാകമായി. അപ്പോൾ നമുക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. ഇവിടെ ഇപ്പോൾ ഞാനൊരു പാനിൽ 25 ഗ്രാമോളം ബട്ടർ എടുത്തിട്ടുണ്ട്. അത് നേരത്തെ തന്നെ എടുത്തിട്ട് മെൽറ്റ് ചെയ്തിട്ട് വെച്ചിട്ടുള്ളതാണിത്. ഇതിപ്പോൾ ചൂടൊന്നുമില്ല. ഇതിലേന് പാലൊഴിച്ച് കൊടുക്കാം. ഇവിടെ ഞാൻ 1/4 കപ്പാണ് പാലെടുത്തിട്ടുള്ളത്. ഇതും റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ് എടുത്തിട്ടുള്ളത്. ഇത് രണ്ടും കൂടി നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. ഇവിടെ ഇപ്പോൾ എടുത്ത ബട്ടർ ഞാൻ 1 മണിക്കൂർ മുന്നേ മെൽറ്റ് ചെയ്തിട്ട് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ റൂം ടെമ്പറേച്ചറിലാണ് ഇപ്പോൾ ഉള്ളത്. ഇതിലേക്ക് ഇനി പാൽപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞാൻ 3/4 കപ്പാണ് പാൽപ്പൊടി എടുത്തിട്ടുള്ളത്. ഇനി ഈ പാൽപ്പൊടിയും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കണം. ഇവിടെ ഞാനിപ്പോൾ ഫ്ലെയിം ഓൺ ചെയ്തിട്ടില്ല. ഇത് നന്നായി മിക്സ് ആക്കിയതിന് ശേഷമാണ് ഞാനിവിടെ ഫ്ലെയിം ഓൺ ചെയ്യുന്നത്. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. അതിൽ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇപ്പോൾ ഇവിടെ ഞാൻ ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട്. ഫ്ലെയിം ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിലാണ് ഇത് കുക്ക് ചെയ്തെടുക്കേണ്ടത്. പിന്നെ കൈ വിടാണ്ട് നല്ലവണ്ണം തന്നെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. ഇങ്ങനെ ഒരു മാവിൻ്റെ പരുവായി കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഈ മാവിൻ്റെ പരുവാവുന്നത് വരെ നന്നായിട്ട് തന്നെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. ഇനി ഇത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഇതിൻ്റെ ചൂടാറുന്നതിൻ്റെ മുന്നേ ആയിട്ട് നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് കൂടി ഇതിൽ ചേർത്ത് കൊടുക്കണം. അതിനുവേണ്ടി ഞാൻ 2 ടേബിൾ സ്പൂണ് മൈദ എടുത്തിട്ടുണ്ട്. അതിൽ 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ബേക്കിംഗ് പൗഡറിൽ എടുക്കുമ്പോൾ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞത് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. ഇനി ഇത് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച പാൽപ്പൊടിയുടെ ആ ഒരു ഡോയിലേക്ക് ഈ പൗഡർ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂണോളം പാലും ചേർത്തിട്ട് നന്നായി കുഴച്ചെടുക്കണം. നേരത്തെ ഉണ്ടാക്കി വെച്ച പാൽപ്പൊടിയുടെ മിക്സ് കുറച്ച് ചൂടോടെ തന്നെ ഉണ്ടാവണം. ചൂടില്ലെങ്കിൽ അത് ശരിയാവില്ല. അതുകൊണ്ട് അത് നല്ലപോലെ ചൂടാറുന്നതിന് മുന്നേ ആയിട്ട് തന്നെ ഇതൊക്കെ റെഡിയാക്കി വെക്കണം. ഗുലാബ് ജാമുനെല്ലാം ഉണ്ടാക്കുമ്പോൾ നമ്മൾ എടുക്കുന്ന പാൽപ്പൊടി നല്ല ക്വാളിറ്റിയുള്ള പാൽപ്പൊടി തന്നെ ആവാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് നിഡോയുടേതാണ്. ഇത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ബുദ്ധിമുട്ട് തോന്നുകയെന്നുണ്ടെങ്കിൽ കയ്യിൽ കുറച്ച് ഗീ ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ നിങ്ങൾ എടുക്കുമ്പോൾ ഈ ഡോ ലൂസായി പോവുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ അതിലേക്ക് 1 ടേബിൾ സ്പൂണ് പാൽപ്പൊടി ചേർത്ത് കൊടുത്താലും മതി. ഇപ്പോൾ ഈ ഡോയെല്ലാം ഇവിടെ നല്ലപോലെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ബൗൾസ് ആക്കിയിട്ട് എടുക്കാം. ബൗൾസ് ആക്കി എടുക്കുമ്പോൾ എല്ലാ ബൗൾസും കറക്റ്റ് മെഷർമെൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഏതെങ്കിലും ടേബിൾ സ്പൂണോ അല്ലെങ്കിൽ 1 ടീസ്പൂണിൻ്റെ അളവിൽ വരുന്നത് ചെറിയ ബൗൾസ് വേണമെന്നെങ്കിൽ അങ്ങനെ, അല്ല കുറച്ച് വലിയ ബൗൾസ് ആണെങ്കിൽ 1 ടേബിൾ സ്പൂണിൻ്റെ ഈ മെഷർമെൻറ്റ് സ്പൂണിൽ എടുത്താൽ മതിയാവും. അങ്ങനെ സ്പൂൺ വെച്ച് ആക്കി കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ബൗൾസ് കിട്ടും. ബൗൾസ് ആക്കുമ്പോൾ നല്ലപോലെ ശ്രദ്ധിക്കുക, അതിൽ ക്രാക്സ് ഒന്നും ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. ക്രാക്സ് വന്നു കഴിഞ്ഞാൽ അത് ഗുലാബ് ജാമുൻ ശരിയാവില്ല. അപ്പോൾ ഞാനിവിടെ ഫുൾ ബൗൾസും ആക്കി എടുത്തിട്ടുണ്ട്.
ഇനി ഇതെല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഓയിൽ വെച്ചിട്ടുണ്ട്. ഓയിൽ ഞാനിവിടെ ലോ ഫ്ലെയിമിലാണ് ചൂടാക്കിയിട്ടുള്ളത്. ഹൈ ഫ്ലെയിമിൽ വെക്കരുത്. അത് വെച്ച് കഴിഞ്ഞാൽ ഓയിൽ നല്ലോണം ചൂടായി പോവും. പിന്നെ ഗുലാബ് ജാമുൻ്റെ പുറമേ മാത്രമേ ആവുള്ളൂ, ഉള്ളിൽ ആ പച്ച തന്നെ ഉണ്ടാവും. ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഇത് ഓയിലിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു മിനിറ്റിനൊക്കെ ഇതൊന്നും തൊടാതെ സ്പൂൺ കൊണ്ട് ഇളക്കി കൊടുക്കാതെ ഇരിക്കണം. പിന്നെ ഇത് ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് ഓവർ ക്രൗഡ് ആവാതെയും നോക്കണം. ഇപ്പം ഞാനിവിടെ ഇത് ഇത്ര മാത്രം തന്നെ ഉണ്ടാക്കിയിട്ടുള്ളൂ, കുറച്ച് എടുത്തിട്ടുള്ളൂ. അപ്പോൾ കൂടുതൽ ഉണ്ടാക്കുമ്പോഴാണ് ശ്രദ്ധിക്കേണ്ടത്. പിന്നെ ഗുലാബ് ജാമുന് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മളത് പഞ്ചസാര പാനിയിലേക്ക് ഇട്ട് കൊടുക്കുന്ന സമയത്ത് പഞ്ചസാര പാനിക്കും ചെറിയ ചൂടുണ്ടാവാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. നല്ല ചൂടല്ല, ഒരു ചെറിയൊരു വാമിൽ തന്നെ ഇട്ട് കൊടുക്കണം അത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഗുലാബ് ജാമുൻ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.